ഇന്ന് സോഷ്യൽ മീഡിയ വഴി നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടേക്കുന്ന ഒരു പുസ്തകമായിരിക്കും സുഖകരമായ ജീവിതം എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിന്റെ ഹെഡിങ് അങ്ങനെയാണ്. അപ്പൊ അതിപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, സുഖകരമായ ഒരു ജീവിതം നമുക്ക് ലോകത്തുണ്ടോ? അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ? ഇപ്പൊ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴല്ലേ, ജീവിതം എന്താന്ന് പഠിക്കുമ്പോഴല്ലേ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. അതല്ലാണ്ട് എന്താ ഒരു സുഖകരമായ ജീവിതം? അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ആ പുസ്തകം വായിച്ച സുഖകരമായ ജീവിതം കിട്ടുമോ? ഇപ്പൊ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ കേട്ടിരിക്കുന്നതാണ്, അവൻ സുഖവും ദുഃഖവും അവനും കൂടി ഇങ്ങനെ ഇരട്ടകളായിട്ടാണ് ജനിക്കണേന്ന്. ഒരു കുഞ്ഞിന് ഓരോ വയസ്സ് കൂടുന്നതനുസരിച്ച് അവന്റെ സുഖവും ദുഃഖവും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു സുഖകരമായ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടപ്പോൾ അത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഒരു ജീവിതമൊന്നും ഇല്ല. കാരണം അതൊക്കെ നമുക്ക് അതിൻ്റെ ആ ഇത് കണ്ടിട്ട് നമ്മൾ അത് വാങ്ങിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? ഒന്നും കിട്ടാനില്ല. നമ്മൾ കഷ്ടപ്പാടിൽ കൂടിയും ബുദ്ധിമുട്ടിൽ കൂടിയും അല്ലെങ്കിൽ സന്തോഷത്തിൽ കൂടിയും ഒക്കെ പോകുന്നത് തന്നെയാണ് ജീവിതം. അത് അങ്ങനെ ഇപ്പൊ സുഖകരമായ ജീവിതം ഉണ്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടങ്ങളിലുള്ള എഴുതാൻ അറിയാവുന്ന എല്ലാവരും ഓരോ പുസ്തകം ഇറക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളായിരിക്കും. കാരണം ഇപ്പൊ അതൊരു പുസ്തകത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യമല്ല, അത് സ്വയം കിട്ടേണ്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ജീവിതം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ഒരു സുഖകരമായ ജീവിതം ഈ ലോകത്ത് ആർക്കുമില്ല. അങ്ങനെ ഒരു ജീവിതം ഒരു പുസ്തകത്തിൽ നിന്ന് പഠിച്ചാലും ആർക്കും കിട്ടാനും പോകുന്നില്ല. അത് ഓരോ കാലങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന സുഖവും ദുഃഖവും എല്ലാം അനുഭവിക്കുന്നത് തന്നെയാണ് ജീവിതം. ശരിയാണോ?